സീരിയലുകളിൽ നിന്നും പ്രധാന താരത്തെ അവതരിപ്പിച്ചിരുന്ന താരങ്ങൾ മാറുന്നതും പുതിയ ആളുകൾ വരുന്നതുമൊക്കെ സാധാരണയാണ്. ചിലപ്പോൾ പുതിയ ആൾ മുമ്പത്തെ ആളേക്കാൾ നന്നായി അഭിനയിക്കുകയും കഥാപാത്രത്തിന്റെ സ്വീകാര്യത കൂടുകയും ചെയ്യും. എന്നാൽ മറ്റു ചിലപ്പോഴൊക്കെ നേരെ തിരിച്ചും സംഭവിക്കാം. പുതിയ താരത്തെ പ്രേക്ഷകർ അംഗീകരിക്കാതെയും വരും. അത്തരത്തിലൊന്നാണ് ഇപ്പോൾ ചെമ്പനീർ പൂ പരമ്പരയിൽ നടക്കുന്നത്. നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ മാറുകയും പകരം റബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത ആക്രമണമാണ് റബേക്ക നേരിടുന്നത്. ഇപ്പോഴിതാ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നൊരു പോസ്റ്റ് ചർച്ചയാവുകയാണ്. അൺപോപ്പുലർ ഒപ്പീനിയൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഒരു നായിക മാറിയതിൻ്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളിയാണ് റബേക്കയ്ക്കും കിട്ടുന്നത്. ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാത്തിലും റബേക്കയെ ചീത്ത വിളിക്കുകയാണ്. അതേസമയം മുൻപത്തെ നായികയുടെ അക്കൗണ്ടിൽ ചെന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂ സീരിയലിലെ നായികയായ ഗോമതി പ്രിയ മാറി റബേക്ക വന്നതാണ് ഈ ചീത്തവിളിക്ക് കാരണം. ഒരു സീരിയലിൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം തനിക്ക് അവാർഡ് ലഭിച്ചതിനെക്കുറിച്ച് റബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിന് താഴെയും നിരവധി പേർ വിമർശനവുമായി എത്തിയിരുന്നു. ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവെപ്പാണ് എന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ്. ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും എന്നാൽ ആവും വിധം ഭംഗിയാക്കാൻ ശ്രമിക്കും. രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു. ഇങ്ങനൊരു പോസ്റ്റാണ് റബേക്ക പങ്കുവച്ചത്. അതിനു പിന്നാലെ നിരവധി പേരാണ് വിമർശനങ്ങളുമായി എത്തിയത്. തുടക്കമുള്ള രേവതി ആയിരുന്നു നല്ലത്. ഈ അവാർഡ് കിട്ടേണ്ടത് പ്രിയക്കല്ലേ, അധികം പറയാനില്ല, ഉളുപ്പ് വേണം, എന്തോ കാണിച്ചിട്ടാണ് ഈ അവാർഡ് കിട്ടിയത്, ഈ അവാർഡ് കിട്ടാനുള്ള ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കമൻറ്റുകളാണ് ആ ഒരു പോസ്റ്റിന് താഴെ റബേക്കയ്ക്ക് നേരെ വന്നത്. അതേസമയം റബേക്കയെ പിന്തുണച്ച് നിരവധി പേരാണ് എത്തിയത്. എന്തായാലും ഇതിനെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണ്. എന്തായാലും റബേക്ക നല്ല രീതിയിൽ രേവതി എന്നൊരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്. അതിനുള്ള ഹാർഡ് വർക്ക് തന്നെയാണ്, അതിനുള്ള അംഗീകാരം തന്നെയാണ് ആ ഒരു അവാർഡ് ലഭിച്ചതും. അല്ലാതെ പഴയ നായിക പോയതിൻ്റെ ചൊറിച്ചിൽ നമ്മൾ പുതിയ പകരക്കാരിയായി വന്ന നായികയുടെ കമൻറ്റ് ബോക്സിൽ പോയി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് വളരെ മോശമാണ്. എന്തായാലും ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ സീരിയൽ സംവിധായകരടുത്ത്, അതിൻ്റെ പ്രൊഡ്യൂസറടുത്തും അതിൻ്റെ സംഘാടകരടുത്തൊക്കെ നമ്മൾ പറയണം. എന്തായാലും ഇത് കാണുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.